ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 20. സുമഹാത്മാക്കളെ സാദരം സപ്രേമം വന്ദേ മാതരം. നമുക്കിന്ന് അഗസ്ത്യസ്തുതി മനന വിഷയമാക്കാം. പണ്ട് എന്നോ ക്ഷീരസാഗര തീരം ബ്രഹ്മാവ് ഭൂമിയുടെ ഭാരം തീർത്തു കൊടുക്കുവാനും രാവണനെ വധിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നു മുതൽ ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടി അത്യന്തം ജിജ്ഞാസയോടുകൂടി അഗസ്ത്യ മഹർഷി അവിടെ തപം ചെയ്ത് വരികയായിരുന്നു. സൃഷ്ടിക്ക് മുൻപ് ഭഗവാൻ ഉപാധിരഹിതനും നിർവികൽപ്പനും ഏകനുമായിരുന്നു. യാതൊരു ശക്തിയാണോ അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നത്, തദ്വിഷയീഭൂതയായ ആ ശക്തിയെ തന്നെയാണ് മായ എന്ന് വ്യവഹരിക്കുന്നത്. നിർഗുണനായ അങ്ങയെ നിർഗുണനായിരിക്കെ തന്നെ ഏതേത് കാലത്ത് അങ്ങനെയുള്ള ശക്തി ആവരണം ചെയ്യുന്നുവോ ആ സമയത്തെല്ലാം വേദാന്തികൾ ആ ശക്തിക്ക് അവ്യാകൃതം എന്ന് പേര് കൊടുത്തു. മായയുടെ മറ്റൊരു പദമാണ് അവ്യാകൃതം. ചില ദാർശനിക ചിന്തകർ അതിനെ മൂലപ്രകൃതിയെന്നും മറ്റു ചിലർ മായയെന്നും വേറെ ചിലർ അവിദ്യയെന്നും സംസ്കൃതി എന്നും പല പല നാമങ്ങൾ കൊടുത്ത് ആ മൂലപ്രകൃതിയെ സ്പഷ്ടമാക്കുന്നു. അത് ബന്ധമാണ്. മൂലപ്രകൃതി, മായ, ആദി പരാശക്തി, അത് ബന്ധമാണ്. ഇങ്ങനെ പല വിധത്തിൽ പറഞ്ഞു വരുന്നു മൂലപ്രകൃതിയെക്കുറിച്ച്. അങ്ങയാൽ ഭഗവാനാൽ ക്ഷോഭിപ്പിക്കപ്പെട്ട ആ ശക്തി മഹത്വം എന്നൊന്നായി തീരുന്നു. മഹത്വത്തിൽ നിന്ന് അങ്ങയാൽ പ്രേരിതമായിട്ട് അഹങ്കാരം ഉണ്ടാകുന്നു. അഹങ്കാരം മഹത്വസമൃദ്ധമാകയാൽ 3 വിധമായി തീരുന്നു. അവയെ സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം എന്ന് പറയുന്നു. താമസാഹങ്കാരത്തിൽ നിന്ന് സൂക്ഷ്മ തന്മാത്രകളുണ്ടായി. അതിൽ നിന്ന് സ്ഥൂലങ്ങളായ പഞ്ചഭൂതങ്ങളും ഉണ്ടായി. അവ തന്നെ മേൽപോട്ട് ഗുണാധിക്യം കലർന്നവയും ആയി മാറുന്നു. ആത്മഭാവങ്ങളെ ഭാരതീയ ദാർശനിക പരമ്പരയിൽ വേദാന്തത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും സാത്വികാഹങ്കാരത്തിൽ നിന്ന് ദേവതകളും
മനസ്സും ഉണ്ടാകുന്നു. അവയിൽ നിന്ന് എല്ലാറ്റിലും വ്യാപ്തമായിരിക്കുന്നതും സൂക്ഷ്മമായിട്ടുള്ളതുമായ ലിംഗം എന്നത് സംജാതമായി. സ്ഥൂലമായ ഭൂത കദംബത്തിൽ നിന്ന് വിരാട് പുരുഷനുണ്ടായി. ആ വിരാട് പുരുഷനിൽ നിന്നാണ് സ്ഥാവര ജംഗമങ്ങളായ സമസ്ത ലോകവും സംജാതമായത്, ഉരുത്തിരിഞ്ഞു വന്നത്. ദേവന്മാരും പക്ഷിമൃഗാദികളും മനുഷ്യരും കർമ്മത്താല് സംജാതമായി. ജഗത്തിൻ്റെ സർവകാരണഭൂതമായിട്ടുള്ള ബ്രഹ്മാവ് ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മത്തിൻ്റെ ക്രിയാശക്തിയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. രജോ ഗുണം കൈക്കൊള്ളുകയാൽ അങ്ങനെയായി തീർന്നതത്രേ. ഇതിൻ്റെ പാലകനായി സത്വഗുണം കൈക്കൊണ്ടു. അതും അങ്ങ് തന്നെ വിഷ്ണുവായും സംഭവിച്ചിരിക്കുന്നു. അങ്ങ് തന്നെയാണ് തമോ ഗുണം കൈക്കൊണ്ട് ലോകസംഹാരകർത്താവായ ശിവനായും അഥവാ രുദ്രനായും ഇരിക്കുന്നത്. അവിടുത്തെ മായ ഗുണഭേദങ്ങളുടെ ബുദ്ധിജങ്ങളായ ബുദ്ധിയാൽ സംജാതമായ സദ്രജസ്തമോ ഗുണങ്ങൾ കൊണ്ട് ബുദ്ധിക്ക് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ വൃത്തികളും ഉണ്ടായി. അല്ലയോ രാമ, അങ്ങ് ചിന്മയനാണ്, അവ്യയനാണ്. ആ വൃത്തികൾക്ക് വിലക്ഷണനായ ഒരു സാക്ഷി മാത്രമാണ് അങ്ങ്. അല്ലയോ രഘുവംശജാത രാമ, സൃഷ്ടിലീല ചെയ്യുവാൻ എപ്പോഴാണോ അങ്ങ് ഇച്ഛിക്കുന്നത് അപ്പോൾ അങ്ങ് മായയെ സ്വീകരിച്ച് ഗുണവാനെന്ന പോലെ ആയിത്തീരുന്നു. ഭഗവാനെ രാമ, അങ്ങയുടെ മായ എപ്പോഴും അജ്ഞാതമായിരിക്കും. അത് അവ്യക്തവുമാണ്. അത് മഹാഠഗിനിയാണ് എന്നാണ് കബീർദാസ് മായയെ വിശേഷിപ്പിച്ചത്. വിദ്യയെന്നും അവിദ്യയെന്നും രണ്ടായി പ്രകാശിക്കുന്നു മായ. അവിദ്യയ്ക്ക് അധീനപ്പെട്ടവർ പ്രവൃത്തി നിരതന്മാരായും നിവൃത്തി മാർഗത്തിൽ ഇച്ഛയുള്ളപ്പോൾ വേദാന്താർത്ഥങ്ങളെ വിചാരം ചെയ്തുകൊണ്ട് അങ്ങയുടെ പരമഭക്തന്മാരായി വർത്തിക്കുകയും ചെയ്യുന്നു. അവിദ്യയ്ക്ക് അധീനപ്പെട്ടവർ നിത്യസംസാരികളാണ്. വിദ്യാസമ്പന്നരാകട്ടെ മുക്തരുമാണ്. ലോകത്തിൽ അങ്ങയിൽ അതീവ ഭക്തിയുള്ളവരും തിരുനാമമന്ത്രങ്ങളെ ഉപാസിക്കുന്നവരുമായി ആരെല്ലാം ഉണ്ടോ അവർക്ക് വിദ്യ താനേ ഉണ്ടാകുന്നു. രാമോപാസന, ഈശ്വരോപാസന കൊണ്ട് അജ്ഞതയാകുന്ന അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് വിദ്യ എന്ന വിശിഷ്ട ഗുണം ഓരോ ഭക്തനിലും ഉദിച്ചുയർന്നു വരുന്നു. മറ്റുള്ളവർക്ക് വിദ്യ ഉണ്ടാവുകയില്ല,
ഭക്തിയില്ലാത്തവർക്ക് ഒരിക്കലും വിദ്യ ഉണ്ടാകുന്നില്ല. അങ്ങയുടെ ഭക്തിയാകുന്ന അമൃതം പാനം ചെയ്യുന്നവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം ഉണ്ടാകുന്നു. അധികം പറഞ്ഞിട്ട് എന്ത് കാര്യം? സാരം ചുരുക്കത്തിലിതാ പറയുകയാണ്. സജ്ജനങ്ങളോടുള്ള ചേർച്ചയാണ് മോക്ഷത്തിന് കാരണം. വിദ്വാൻമാർ പറയുന്നു, സാധുക്കൾ സമചിത്തന്മാരും ഒന്നിലും ആഗ്രഹമില്ലാത്തവരും പുത്രേഷണ വിത്തേഷണ ലോകേഷണ എന്ന ഏഷണത്രയം ഇല്ലാത്തവരും ദാന്തരും ശാന്തരും അങ്ങയിൽ ഭക്തിയുള്ളവരും എല്ലാ കാലങ്ങളിൽ നിന്നും നിവർത്തിച്ചവരും ഇഷ്ടാനിഷ്ടങ്ങളിൽ സമന്മാരും നിസ്സംഗന്മാരും നിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി സമ്പന്നന്മാരും ആയി മാറുന്നു. അവർ സന്തുഷ്ടരും ആണ്. അത്തരം സത്തുക്കളോട് ചേർച്ചയുണ്ടായാൽ അങ്ങയുടെ കഥകൾ കേൾക്കുന്നതിൽ അഭിരുചി ഉണ്ടാകും, താല്പര്യമുണ്ടാകും. തന്നിമിത്തം സനാതനനായ അങ്ങയിൽ അമൃതനിശ്ചന്തിയായ ഭക്തി ഉണ്ടാകും. അതുണ്ടായാൽ അനുഭവജ്ഞാനം ഭവിക്കുന്നതാണ്. അതിനാൽ വിദ്വാൻമാർ ആചരിക്കുന്ന സജ്ജന സംസർഗമാണ് മുക്തിക്കുള്ള ഉപായം. അതിനാൽ ഹേ രാഘവ, അങ്ങയിൽ പ്രേമലക്ഷണയായ സദ്ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു. വിശേഷിച്ച് അങ്ങയുടെ സദ്ഭക്തന്മാരുമായി ചേർച്ച ഉണ്ടാവാനും അനുഗ്രഹിച്ചാലും. ഭഗവാനെ ദർശിക്കുവാൻ ഇടയായതുകൊണ്ട് എൻ്റെ ജന്മം സഫലമായി തീർന്നു. പ്രഭോ, ഞാൻ ചെയ്ത പലതരം യാഗങ്ങളും സഫലമായി. അനന്യമതിയായി ഞാൻ ദീർഘകാലം തപസ് ചെയ്തു. ആ തപസ്സിൻ്റെ ഫലമാണ് അങ്ങയെ ആരാധിക്കുവാൻ ഇടയായത്. രാഘവ, സീതയോടും കൂടി എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഏത് സമയത്തും എനിക്ക് അങ്ങയെ തന്നെ സ്മരിക്കാനുള്ള ശക്തി പ്രദാനം ചെയ്താലും. മുനിശ്രേഷ്ഠനായ അഗസ്ത്യൻ രമാവല്ലഭനായ രാമനെ ഇപ്രകാരം സ്തുതിച്ചു. ദേവേന്ദ്രൻ പണ്ട് രാമന് കൊടുക്കുവാൻ വേണ്ടി അഗസ്ത്യ മഹർഷിയെ ഏൽപ്പിച്ച വില്ലും എത്രയെടുത്താലൊഴിയാത്ത ആവനാഴിയും രത്നം പതിച്ച ഖഡ്ഗവും ശ്രീരാമന് ദക്ഷിണയായിട്ട് കൊടുക്കുന്നു. ഭൂമിക്ക് ഭാരമായി തീർന്ന രാക്ഷസ സമൂഹത്തെ ഒടുക്കിയാലും സങ്കല്പിച്ചു. അപ്പോൾ ഭഗവാന്റെ അവതാര ലീലകളിലെല്ലാം സജ്ജന രക്ഷയ്ക്കും ദുർജന സംഹാരത്തിന് വേണ്ടിയാണ്. ഈ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ ഈ മാനുഷവേഷം അങ്ങ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മഹർഷി പറഞ്ഞു. ഇവിടെ നിന്ന് പണ്ട് യോജനകൾ കടന്നിട്ടാണ് പുണ്യവനങ്ങളെ കൊണ്ട് ശോഭിക്കുന്നതും
പഞ്ചവടി എന്ന് വിളിച്ചു വരുന്നതുമായ ഒരു സ്ഥലം ഗൗതമി നദിയുടെ തീരത്ത് നിലകൊള്ളുന്നത്. അവിടെ ഒരു നല്ല ആശ്രമം നിർമ്മിച്ച് ശേഷിച്ച കാലം അവിടെ കഴിച്ചുകൂട്ടിയാലും അവിടെ വെച്ച് ദേവകാര്യങ്ങൾ സാധിച്ചാലും തത്വാർത്ഥങ്ങൾ അടങ്ങിയ അഗസ്ത്യ മഹർഷിയുടെ സ്തുതിയും ഭംഗി കലർന്ന സുന്ദരമായ വാക്കുകളും കേട്ട് സർവകാര്യങ്ങളും അറിയുന്ന രാമൻ രഘുവരൻ അഗസ്ത്യ മഹർഷിയോട് അനുവാദം വാങ്ങി അദ്ദേഹം കാണിച്ചു കൊടുത്ത വഴിയെ യാത്ര തുടരുകയാണ് ചെയ്തത്. അനന്തരം രാമസീത ലക്ഷ്മണന്മാർ പഞ്ചവടിയിലേക്ക് പുറപ്പെട്ടു. വൃദ്ധനായ ജടായു എന്ന പക്ഷിയെ കാണുകയും ഇതെന്താണെന്ന് വിസ്മയിച്ച് ലക്ഷ്മണനോട് വില്ലിനാവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആ ജടായു എന്ന പക്ഷി പ്രത്യക്ഷപ്പെട്ട് താൻ ആരാണെന്ന് പറഞ്ഞു. ദശരഥ സഖാവാണ്, തൻ്റെ പിതാവിൻ്റെ സന്തതമിത്രമായിരുന്നു. ദശരഥ മഹാരാജാവിന് ജടായു വാക്കു കൊടുത്തിരുന്നു, പ്രതിജ്ഞ എടുത്തിരുന്നു. ഒരിക്കൽ സീതാരാമന്മാർ ഈ പഞ്ചവടിയിൽ വാസത്തിനെത്തും. അന്ന് അവരുടെ രക്ഷകനായിട്ട് ഞാൻ ഇരുന്നു കൊള്ളാം. അങ്ങനെ ജടായു വാക്ക് പാലിച്ചു വരുന്നു. ഈ വാക്ക് കേട്ട് ഭയപീഡിതനായ ഈ ജടായുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് രാമൻ ശരപ്രയോഗത്തിനുള്ള ഒരുക്കങ്ങൾ ദൂരീകരിക്കുന്നു. ഞാൻ ഹന്തവ്യനല്ല എന്ന് ജടായു വിളിച്ചു പറഞ്ഞു. പ്രിയം ചെയ്യുവാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഞാൻ പഞ്ചവടിയിൽ കഴിയുന്നതെന്നും പറഞ്ഞു. ജടായുവിൻ്റെ വാക്ക് കേട്ട രാമൻ സ്നേഹത്തോടുകൂടി എൻ്റെ സമീപത്ത് വനത്തിൽ താമസിച്ച് എനിക്ക് പ്രിയത്തെ ചെയ്താലും എന്ന് രാമൻ കൽപ്പിച്ചു, അനുഗ്രഹിച്ചു. സീതയോടും ലക്ഷ്മണനോടും കൂടി പഞ്ചവടിയിലേക്ക് പുറപ്പെടുന്നു രാമൻ. ലക്ഷ്മണൻ പഞ്ചവടിയിൽ ഗൗതമി തീരത്ത് ഒരു ആശ്രമം നിർമ്മിച്ചു. അവിടം കടമ്പ്, പിലാവ്, മാവ് തുടങ്ങിയ വൃക്ഷങ്ങൾ നിറഞ്ഞിരുന്നു. ബാധാരഹിതവും പരിശുദ്ധവുമായ സുഖവാസ യോഗ്യമായ കേന്ദ്രം. അങ്ങനെ ഗംഗാനദിയുടെ വടക്കേക്കരയിൽ ഒരിടത്ത് ബുദ്ധിമാനായ ലക്ഷ്മണനോടുകൂടി സീതയെ ലാളിച്ചുകൊണ്ട് ഇന്ദ്രൻ സ്വർഗത്തിലെന്ന പോലെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ താമസിച്ചു വന്നു. സേവാതത്പരനായ ലക്ഷ്മണൻ രാമൻ്റെയും സീതാദേവിയുടെയും ഭക്ഷണത്തിന് ആവശ്യമായ കിഴങ്ങുകളും കായ്കളും ദിവസേന കൊണ്ടുവന്ന് കൊടുത്തു. അവർ മൂവരും ഗൗതമി നദീ തീരത്ത് വസിക്കുന്നു, അവിടെ സ്നാനം ചെയ്യുന്നു, അവിടെ പുണ്യഭൂമിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ആത്മഭാവങ്ങളെ അങ്ങനെ അഗസ്ത്യസ്തുതി അധ്യാത്മരാമായണം, മലയാള ഭാഷയിൽ അധ്യാത്മരാമായണത്തിൽ
വളരെ പ്രസിദ്ധമായ ഒരു സ്തുതിയാണ്. ഒട്ടേറെ സ്തുതിഗീതങ്ങൾ രാമായണത്തിലുണ്ടല്ലോ രാമനെക്കുറിച്ച്. ആ സ്തുതിഗീതങ്ങളിൽ ഉത്തമോത്തമം എന്ന് പറയാൻ കഴിയും അഗസ്ത്യസ്തുതി. ചുരുക്കി അതിൻ്റെ ചില സന്ദർഭങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിച്ചു. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗളശതാനി.